നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അടുത്തത് ഇനി കേരളം ഭരിക്കുന്നത് ഏതു പാർട്ടി എന്ന ചോദ്യത്തിന് ഇപ്പോഴേ പ്രസക്തിയേറുകയാണ്. പാലക്കാട്ടെയും ചേലക്കരയിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെച്ച കോൺഗ്രസും ഇടതുപക്ഷവും പ്രതീക്ഷകൾ ഏറെ വയ്ക്കുന്നുണ്ട് 2026. എന്നാൽ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായി മാറുമോ, അതല്ല കാലങ്ങളായി അത്രമേലൊന്നും ശക്തിയാർജിച്ചിട്ടില്ലാത്ത BJP ഇടത് കോട്ടകളിലും കോൺഗ്രസ് കോട്ടകളിലുമെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി വീണ്ടും CPM തന്നെ അധികാരത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൂടുതൽ നൽകുന്ന ഒരു ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഏറെയുണ്ട്. കാരണം പാലക്കാട് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നവർ അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ്. മറ്റൊന്ന്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡ് അത് ഇടതുപക്ഷം കാലങ്ങളായി ഭരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വാർഡാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ വാർഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ കാര്യത്തിൽ. BJP അടങ്കിലും കൊണ്ടുപോയി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് തങ്ങളുടെ വേര് അത്രമേൽ ആഴത്തിൽ ഇറക്കുകയാണ് എന്നതിൻ്റെ ചില ഫലസൂചനകളിൽ ഒന്നു മാത്രമാണ് പാലക്കാട്ടെ ഇടതുപക്ഷത്തിൻ്റെ കുത്തക വാർഡായ ആ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. പാലക്കാട് ജില്ലയിൽ ഇനി ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ നടക്കുകയാണെങ്കിലും അവിടെയും കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയായി മാത്രം കണ്ടാൽ മതി ഈ വിജയത്തെ എന്ന കോൺഗ്രസ് നേതാക്കന്മാരും അവകാശപ്പെടുന്നുണ്ട്. അതായത് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു. സന്ദീപ് വാര്യർ BJP പ്രവർത്തകർക്കിടയിലും RSS പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല. സ്വാഭാവികമായും BJP ഭരിക്കുന്ന പാലക്കാട്ടെ നഗരസഭയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചതിൽ സന്ദീപ് വാര്യർക്ക് വലിയ പങ്കുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാരും വിശ്വസിക്കുന്നുണ്ട്. അത് സന്ദീപ് വാര്യർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി അവിടുത്തെ പഞ്ചായത്തുകളിൽ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരിക്കുന്നതും സന്ദീപ് വാര്യരോടും മുരളീധരനോടും കൂടിയാണ്. സ്വാഭാവികമായും ഈ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ കോട്ട തിരിച്ചു പിടിച്ചതോടുകൂടി കേവലം LDFനെ മാത്രം മറികടക്കുവാൻ കഴിയുന്ന ശക്തിയല്ല കോൺഗ്രസിനുള്ളത് എന്ന് തെളിയിക്കുകയല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി. അതിന് തൊട്ടു പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ല കോൺഗ്രസിന് പിടിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. പാലക്കാട് ജില്ലയുടെ ഹൃദയം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടും ഒക്കെ ഇറങ്ങി നിന്നാൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഇടം മാത്രമാണ് പാലക്കാട്. തകർത്തെറിയുവാൻ കഴിയുന്ന കോട്ടകൾ മാത്രമേ പാലക്കാട്ടുള്ളൂ എന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും തെളിയിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പാലക്കാട്ടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ LDFിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന ജോർജ് തച്ചമ്പാറയുടെ വാർഡ് UDF പിടിച്ചെടുത്തു. പഞ്ചായത്ത് ഭരണവും UDF പിടിച്ചെടുത്തു. ആർക്കായിരുന്നു തച്ചമ്പാറയിലെ BJP ഇലക്ഷൻ ചാർജ്? C കൃഷ്ണകുമാറിന്. അപ്പോൾ തോൽവി സ്വാഭാവികം. ബൈ ദ ബൈ, ജോർജ് തച്ചമ്പാറ BJPയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അതായത് സന്ദീപ് വാര്യരുടെ പ്രവേശനം കോൺഗ്രസിന് ഗുണകരമായി എന്ന് സന്ദീപ് വാര്യർ തന്നെ ഏറ്റുപറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, LDFിൽ നിന്ന് രാജിവെച്ച BJPയിലേക്ക് പോയ ജോർജ് തച്ചമ്പാറ, അവിടെ അപ്രകാരമുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ LDFിനെതിരായുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും സംസ്ഥാനത്തും പാലക്കാട് ജില്ലയിലും ഈ പഞ്ചായത്തിലുമൊക്കെ കാര്യമായി തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ നിലവിലത്തെ LDFിനുണ്ടായ പരാജയം കൊണ്ട് സാധിച്ചു എന്ന വരികളിൽ വ്യക്തമാണ്. മറ്റൊന്ന്, BJPക്കുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കേവലം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടയിൽ മാത്രമല്ല, അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വിജയം കൂടിയാണ് UDF നേടിയത്. അതിന്റെ കാരണങ്ങൾ കൂടിക്കൊണ്ടാണ് ജോർജ് തച്ചമ്പാറ ഇപ്പോൾ BJPയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇനി അദ്ദേഹം എങ്ങോട്ട് എന്ന ചോദ്യത്തിന്
UDF എന്ന് തന്നെയാകും മറുപടി. കാരണം LDF-ൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു. LDF-ലെ ഭരണവിരുദ്ധ വികാരത്തെയും LDF ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പുകളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുകയും BJP-ക്കുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും നിലവിൽ പാലക്കാട് ജില്ലയിൽ ശക്തി കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ BJP-യും വിട്ടിരിക്കുന്നത് എന്ന് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളിൽ പറയാതെ പറയുന്നുണ്ട്.